ബാക്ക് ടു Rajani At Kitchen. Rajani At Kitchen പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ തീർച്ചയായും ഫുൾ വീഡിയോ കാണണം. ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു 8 മണിയാകുമ്പോൾ, രാവിലെ 8 മണിയാകുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണേ. നാടൻ വെണ്ടയ്ക്ക സാമ്പാർ, അതും സാമ്പാർ പൊടിയും മുളക് പൊടിയും ഒന്നും ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഫുൾ വീഡിയോ കാണില്ലേ. അപ്പോൾ ഇതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതേ കട്ടക്കായമാണ്, ഒരു ചെറിയ കഷ്ണം കട്ടക്കായം എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് മുരിച്ചെടുക്കട്ടെ. കട്ടക്കായം 2 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മുഴുമല്ലിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, മുഴുമല്ലിയാണ്. അത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതൊന്നും ആരും സ്കിപ്പ് ചെയ്യാതെ നല്ല ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ. നല്ല ചൂട് സാമ്പാറും ചൂട് ചോറും സൈഡ് ഡിഷായിട്ട് ഇത്തിരി പപ്പടും കുറച്ച് നമുക്ക് ഏതെങ്കിലും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഊണ് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു 6 5 നമുക്ക് എത്ര എരിവിന് വേണ്ട നല്ല എരിവുള്ള മുളകാണ്, ഉണ്ടമുളക്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ മുളക് പൊടി ഉപയോഗിക്കാഞ്ഞത്, സാമ്പാർ പൊടിയും. ഓക്കെ, അപ്പോൾ ഞാനിതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഞെട്ട് കളഞ്ഞിട്ടില്ല. ഞെട്ട് കളയാതെ ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഞെട്ട് കളയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയും തെറിക്കാൻ ഇടവെക്കേണ്ട, വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉലുവ, ഒരു 7-8 മണി ഉലുവ നമ്മൾ ചേർത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കാം. ഇത് വേണേൽ ആദ്യം തന്നെ നമ്മൾ കായിട്ട സമയത്ത് തന്നെ ഒന്നിട്ട് മൂപ്പിക്കാവുന്നതാണ്. അല്ല ഉലുവ പൊടിയാണ് നിങ്ങൾ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഓക്കെ, ഇനി തേങ്ങയാണ് നമ്മൾക്ക് വേണ്ടത്. നല്ല വൈറ്റ് കളർ പാർട്ട് മാത്രം എടുക്കുകയാണ് നല്ലത് കേട്ടോ. പിന്നെ വറുത്തരച്ച സാമ്പാർ ആയതുകൊണ്ട് തേങ്ങ എന്തായാലും നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ വൈറ്റ് കളർ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയൊന്നും യൂസ് ചെയ്യില്ല. സാമ്പാർ പൊടിയിൽ എന്തായാലും പരിപ്പിൻ്റെയും ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ തേങ്ങ കുറച്ച് അധികം തന്നെ എടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എൻ്റെ മഞ്ഞൾ നല്ല നമുക്ക് നാടൻ മഞ്ഞളുണ്ടല്ലോ, ആ മഞ്ഞളില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് ഇട്ടേണേ, നമ്മൾ കട്ട മഞ്ഞൾ കിട്ടുമല്ലോ നാടൻ രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി. അപ്പോൾ ഞാൻ ഇവിടെ ചൂടാവാനായിട്ട് ആറാനായിട്ട് വയ്ക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഞെട്ടെല്ലാം ഞാൻ മാറ്റുന്നു. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാം ഈ തേങ്ങാക്കൂട്ട്. ഇനി വെണ്ടയ്ക്ക നമ്മൾക്ക് 2 വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് ഒരു 1.5-2 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും ഞാൻ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നാടൻ സാമ്പാർ, പാലക്കാടൻ സാമ്പാർ. ഇത് വളരെ വ്യത്യസ്തമായത് പാലക്കാട് രീതിയൊന്നുമല്ല, എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്യുവാണ്. നമ്മൾ നാടൻ പ്രകൃതിയോടനുബന്ധിച്ച് നമ്മൾ പല വീഡിയോകളും നമുക്ക് ചാനലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൊരു റെസിപ്പിയാണിത്. അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിക്കണം എന്നുള്ളത്. നല്ല ഗ്രീൻ കളറുള്ള സാമ്പാർ. അതിന് വേണ്ടി ഞാൻ ഗ്രീൻ കളർ വെണ്ടയ്ക്ക, നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 7-8 ഒരു 10 വരെ ഉപയോഗിക്കാം വെണ്ടയ്ക്ക. അപ്പോൾ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് പുളിയുള്ള തക്കാളി ആണെങ്കിലും നമുക്കിപ്പോൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള തക്കാളി ആണെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. അധികം പുളിയൊന്നും വേണ്ട അതിന്. പിന്നെ എന്തായാലും നമ്മൾ പുളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഒരു ഹാഫ് കുക്ക് ഇതിലൂടെ തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ തുവരപ്പരിപ്പ് ഒരു 1.5 കൈപ്പിടിയോളം ഞാനിവിടെ വേവിക്കാൻ വെച്ചിരുന്നു. കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ രീതിയിൽ തന്നെ നമുക്ക് നന്നായി അങ്ങ് വേവിച്ചെടുക്കണം തുവരപ്പരിപ്പ്. അപ്പോൾ തുവരപ്പരിപ്പ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്കിപ്പോൾ തക്കാളി ചേർക്കാം. അപ്പോൾ ഒരു തക്കാളി ഞാൻ ഒരു 7 കഷ്ണമായിട്ട് അങ്ങ് അരഞ്ഞു വെച്ചത് ഞാൻ ചേർത്തു. അപ്പോൾ ഇതൊന്ന് ആ ചൂട് നമ്മൾക്ക് ആ തക്കാളിയുടെ, ഞാൻ തൊലി ഇതിൽ മാറ്റിയില്ല തക്കാളിയുടെ, കാരണം അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒരുപാട് കരിയാതെ, നോൺ സ്റ്റിക്ക് ആണെങ്കിലും തക്കാളിയിലേക്ക് ഒരുപാട് കരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ അരപ്പ് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ ഇല്ലേ, അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ കളറാണത്. അപ്പോൾ ഞാൻ ആവശ്യാനുസരണം ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ്സോളം, ചെറിയ ഗ്ലാസ്സിനാണ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതൊന്ന് നമുക്ക് മൂടി അങ്ങ് വേവിക്കാം. ആവശ്യാനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എങ്കിലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് നമ്മൾ ഈ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ചേർക്കാം. മസാലയ്ക്ക് വേണ്ടി നമുക്ക് ആ സമയത്തൊക്കെ ചേർക്കാം, പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. കാരണം അധികം ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പി ആയിരിക്കും മിക്കവരും. അപ്പോൾ ഗ്രീൻ സാമ്പാർ, നാടൻ വെണ്ടയ്ക്ക കൊണ്ട്, ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ശരിയായ ഒരു കൊഴുപ്പുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചൂടായിട്ട് കഴിക്കുവാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇരുന്ന് പരിപ്പും തേങ്ങയും ഒക്കെ ഉള്ളത് കാരണം നന്നായി അങ്ങ് കുറുകും. അപ്പോൾ വീണ്ടും ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ട് നമുക്ക് ആ സാമ്പാർ ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാടങ്ങ് വെന്തുടയരുത് നമ്മുടെ വെണ്ടയ്ക്ക. നാടൻ വെണ്ടയ്ക്കയാണ്, പെട്ടെന്ന് വേഗം ചെയ്യും. ഇത് ഞാൻ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട്. പരിപ്പിൽ അത്യാവശ്യം നമുക്ക് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കി ഇനി നമുക്ക് അരപ്പൊഴിക്കാനുണ്ട്, പുളി ഒഴിക്കാനുണ്ട്. അപ്പോൾ പരിപ്പിൻ്റെ വെള്ളം ഒരുപാടങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം തിളപ്പിച്ച് നമ്മുടെ വെണ്ടയ്ക്ക ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് പരിപ്പുമായിട്ട് വെണ്ടയ്ക്ക യോജിച്ചു വന്നു. ഇനി ഇതേ ഞാനിവിടെ പുളിവെള്ളം ഒഴിച്ചു. പുളി നല്ലവണ്ണം തിളയ്ക്കണം. പുളി ഒഴിക്കുന്ന സമയത്ത് ഒരു കഷ്ണം ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾക്ക് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, നമ്മൾ അരപ്പൊഴിക്കാൻ പോവുകയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം. പിന്നെ വെള്ളം എങ്ങനെ രീതിയിൽ നമുക്ക് എത്ര വെള്ളം വേണം, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അത് വറ്റിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളി ഒരുപാടൊന്നും ഒഴിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഏത് രീതിയിൽ. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊക്കെ ചിലപ്പോൾ മതിയാവുകയെ. നല്ല പുളിയുള്ള കുറച്ച് പഴകിയ പുളിയാണെങ്കിൽ ആവശ്യാനുസരണം ഞാൻ ഉപ്പ് ചേർത്തു. അപ്പോൾ നമുക്കിത് ചോറിനും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലതായിരിക്കും. പക്ഷേ ഇത്തിരി ചൂടായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല ചൂട് സാമ്പാർ, ചൂട് ചോറൊക്കെ കഴിക്കാനും ചൂട് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലൊരു സാമ്പാർ തന്നെയാണ്. നമുക്കിതിൽ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ ചേർക്കാം, മുരിങ്ങക്കോല് ചേർക്കാം. അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക സാമ്പാർ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തിളയ്ക്കുക. ഒരു 6-7 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ തന്നെയായിട്ട് തിളപ്പിച്ചാൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് ഈ മസാല അങ്ങ് യോജിച്ച് വന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിക്കാനുള്ളത് വെണ്ടയ്ക്ക അങ്ങനെ ഉടഞ്ഞ് സ്പ്ലിറ്റായി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഒരു 1/4 വേവാകുമ്പോൾ തന്നെ നമ്മുടെ പുളി, പരിപ്പ് ഇതൊക്കെ നമ്മൾ ചേർത്ത് അങ്ങ് തിളപ്പിക്കണം. ഞാനിപ്പോൾ മല്ലിയിലയാണ് ഇടുന്നത്. ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വറുത്തരച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് ഈ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴാണ്. ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒരു 3-4 ടീസ്പൂൺ ഒഴിക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ വോള്യൂമിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കടുകും 1-2 തണ്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ ഈ സാമ്പാർ. എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. അതെ, ഞാൻ കടുക് ചേർക്കുവാണ്. അപ്പോൾ നന്നായി അങ്ങ് പൊട്ടി വരുവേ. ഓക്കെ, അപ്പം അതും നമ്മുടെ സാമ്പാർ നല്ല മണം, നല്ല കൊതിപ്പിക്കുന്നൊരു മണം ഈ കടുകും കറിവേപ്പിലും കൂടെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ആ മണം ആസ്വദിക്കാൻ നമ്മൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ് ഈ സാമ്പാറിൻ്റെ ഒരു മണം അല്ലേ. എത്ര പുതിയ പുതിയ റെസിപ്പികൾ നമ്മൾ പഠിച്ചാലും നമ്മൾ ചെയ്ത് നോക്കിയാലും നമുക്ക് ഈ നാടൻ രീതിയിലുള്ള ചോറും സാമ്പാറും ഒന്നും മറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ട്രൈ ചെയ്യണേ. അടുത്ത റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.